ഹായ് എല്ലാവർക്കും ECERT സമഗ്രയിലേക്ക് സ്വാഗതം. ന്യൂ ECERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഓക്കെ, എന്താണ് പൊതുകടം അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ്? പൊതുകടം അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. എന്താണ്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്ന് വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് ആഭ്യന്തര കടം എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിനകത്ത് നിന്ന് വാങ്ങുന്ന വായ്പകൾ എന്താ അറിയുന്നത്? അത് ആഭ്യന്തര കടം എന്നും രാജ്യത്തിന് പുറത്തു നിന്ന് വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് വിദേശ കടം എന്നുമാണ്. രാജ്യത്തിനകത്ത് നിന്ന് വാങ്ങുന്ന വായ്പകൾ ആഭ്യന്തര കടം എന്നും രാജ്യത്തിന് പുറത്തു നിന്ന് വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് വിദേശ കടം എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ആഭ്യന്തര കടം നോക്കാം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങൾ, അതായത് ലോക ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് IMF നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഇതിൽ നിന്നൊക്കെ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങൾ, അതായത് ലോക ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നിവയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വായ്പകളാണ് വിദേശ കടം. ഇത്തരം വായ്പകളുടെ ക്ഷമപരമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായമാകും. എന്തൊക്കെയാണ്? ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകും. ഓക്കെ, എന്താണ് പൊതുകടം? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്താണ് ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനനയം തയ്യാറാക്കുന്നത് ഏത് വകുപ്പാണ്? ധനകാര്യ വകുപ്പാണ്. ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ്. ധനനയം നടപ്പിലാക്കുന്നതോ? അത് ബജറ്റിലൂടെയാണ് ധനനയം നടപ്പിലാക്കുന്നത്. എന്താണ് ധനനയം? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് നടപ്പിലാക്കുന്നത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്നതുമായ നയമാണ് ധനനയം. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന നയമാണ് ധനനയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ നോക്കാം. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. എന്തൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് വിവിധ തരം നികുതികൾ. കേന്ദ്ര, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഈടാക്കുന്ന വിവിധ തരം നികുതികളാണ്. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST അതായത് സെൻട്രൽ GST, സംയോജിത GST അതായത് ഇൻ്റഗ്രേറ്റഡ് GST. ഇതൊക്കെ നടപ്പിലാക്കുന്നത് ഏത് സർക്കാരാണ്? കേന്ദ്ര സർക്കാർ കേട്ടോ. കേന്ദ്ര സർക്കാരാണ്. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സെൻട്രൽ GST അല്ലെങ്കിൽ സംയോജിത GST അല്ലെങ്കിൽ IGST, ഇൻ്റഗ്രേറ്റഡ് GST ഒക്കെ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നെക്സ്റ്റ് ആണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST ഒക്കെ നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST ഒക്കെ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരും. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. ഇനി തൊഴിൽ നികുതി, കെട്ടിട നികുതിയൊക്കെ നടപ്പിലാക്കുന്നത് തൊഴിൽ നികുതി, കെട്ടിട നികുതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സർക്കാരാണ് നടപ്പിലാക്കുന്നത്. അതായത് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, സെൻട്രൽ GST, ഇൻ്റഗ്രേറ്റഡ് GST നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരും. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST അതായത് സ്റ്റേറ്റ് GST, ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. തൊഴിൽ നികുതി, കെട്ടിട നികുതിയൊക്കെ നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നടപ്പിലാക്കുന്നത്.
സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുമ്പോൾ നാം നൽകുന്ന GST നിരക്കുകളാണ് തന്നിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 22 നിലവിൽ വന്ന പുതിയ GST നിരക്കുകൾ പ്രകാരം ഏതൊക്കെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് നികുതി ചുമത്തുന്നതെന്ന് കണ്ടെത്താം. ഓക്കെ, സംസ്കരിച്ച പാല്, പനീർ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ്, ബുക്കുകൾ, പെൻസിൽ, ക്രയോണ്, ഷാർപ്നർ, 33 ഇന ജീവൻ രക്ഷാ മരുന്നുകൾ, ഇതിനൊക്കെ എത്ര ശതമാനം GST? 0 GST കേട്ടോ, GST ഇല്ല. സംസ്കരിച്ച പാല്, പനീർ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ്, ബുക്കുകൾ, പെൻസിൽ, ക്രയോൺ, ഷാർപ്നർ, 33 ഇന ജീവൻ രക്ഷാ മരുന്നുകൾക്കൊന്നും GST ഇല്ല. ഇനി ഏതൊക്കെ സേവനങ്ങൾ നോക്കാം? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഇൻഷുറൻസ്, ഇതിലൊന്നും GST 0% GST ആണ്. അപ്പോൾ സംസ്കരിച്ച പാല്, പനീർ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ്, ബുക്കുകൾ, പെൻസിൽ, ക്രയോൺ, ഷാർപ്നർ, 33 ഇന ജീവൻ രക്ഷാ മരുന്നുകൾക്കൊക്കെ 0% ആണ് GST. ആരോഗ്യ മേഖലയിലോ വിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഇൻഷുറൻസ് മേഖലയിലൊക്കെ 0% ആണ്, GST ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സൈക്കിൾ, ചോക്ലേറ്റ്, പാസ്ത, കോഫി, സംസ്കരിച്ച മാംസം, മാർബിൾ, ഗ്രാനൈറ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾക്കൊക്കെ എത്ര ശതമാനമാണ്? 5% GST ആണ്. സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സൈക്കിൾ, ചോക്ലേറ്റ്, പാസ്ത, കോഫി, സംസ്കരിച്ച മാംസം, മാർബിൾ, ഗ്രാനൈറ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾക്കൊക്കെ എത്ര ശതമാനമാണ്? 5% GST. ഓക്കെ, നെക്സ്റ്റ് യോഗ, ബാർബർ ഷോപ്പ്, ജിം, സലൂൺ, ഹോട്ടൽ റൂം, ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, കൃഷി ഉപകരണങ്ങൾക്കൊക്കെ എത്ര ശതമാനം? 5% കേട്ടോ. ഈ സേവനങ്ങൾക്കൊക്കെ 5% GST. യോഗ, ബാർബർ ഷോപ്പ്, ജിം, സലൂൺ, ഹോട്ടൽ റൂം, ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, കൃഷി ഉപകരണങ്ങൾക്ക് എത്ര ശതമാനം? 5%. ഏതൊക്കെ സാധനങ്ങളായിരുന്നു? സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സൈക്കിൾ, ചോക്ലേറ്റ്, പാസ്ത, കോഫി, സംസ്കരിച്ച മാംസം, മാർബിൾ, ഗ്രാനൈറ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾക്കൊക്കെ എത്ര ശതമാനം? 5% GST നിരക്ക്. ഇനി നെക്സ്റ്റ് TV, AC, സിമൻറ്റ്, കാറ്, 2 വീലർ, ബസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കൊക്കെ 18% GST. TVക്കും AC-ക്കും സിമൻറ്റ്, കാറ്, 2 വീലർ, ബസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് 18% GST. ഇനി ഏതൊക്കെ സേവനങ്ങളാണ്? ഓട്ടോമൊബൈൽ സെക്ടർ. ഓട്ടോമൊബൈൽ സെക്ടറിൽ സേവനങ്ങൾക്ക് 18% GST. പുകയില, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ, ആഡംബര കാറുകൾക്കൊക്കെ 40%. പുകയിലക്കും ആഡംബര കാറുകൾക്കും എയറേറ്റഡ് പാനീയങ്ങൾ, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ, ആഡംബര കാറുകൾക്കൊക്കെ 40% GST. ഇനി ഏതൊക്കെ സേവനങ്ങൾ നോക്കാം? ലോട്ടറി, കാസിനോ, പഞ്ചനക്ഷത്ര ഹോട്ടൽ, ഓൺലൈൻ ഗെയിംസ് എന്നൊക്കെ 40%. ലോട്ടറി, കാസിനോ, പഞ്ചനക്ഷത്ര ഹോട്ടൽ, ഓൺലൈൻ ഗെയിംസിനൊക്കെ എത്രയാണ്? 40%ആണ് GST വരുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചത്? 2025 സെപ്റ്റംബർ 22 നിലവിൽ വന്ന പുതിയ GST നിരക്കുകൾ പ്രകാരം സംസ്കരിച്ച പാല്, പനീർ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ്, ബുക്കുകൾ, പെൻസിലുകൾ, ക്രയോൺ, ഷാർപ്നർ, 33 ഇനം കേട്ടോ, 33 ഇനം രക്ഷാമരുന്നുകൾക്ക് GST ഇല്ല. പിന്നെ ഏതൊക്കെ മേഖലയിലെ സേവനങ്ങൾക്കാണ്? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഇൻഷുറൻസ് മേഖലയിലെ സേവനങ്ങൾക്കും GST ഇല്ല. ഇനി 5% GST ഏർപ്പെടുത്തിയിട്ടുള്ള ഏതൊക്കെ സാധനങ്ങൾക്കാണ്? സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സൈക്കിൾ, ചോക്ലേറ്റ്, പാസ്ത, കോഫി, സംസ്കരിച്ച മാംസം, സംസ്കരിച്ച മാംസം, മാർബിൾ, ഗ്രാനൈറ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് 5%ആണ് GST ഏർപ്പെടുത്തിയിട്ടുള്ളത്. യോഗ, ബാർബർ ഷോപ്പ്, ജിം, സലൂൺ, ഹോട്ടൽ റൂം, ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, കൃഷി ഉപകരണങ്ങൾക്ക് 5% GST ആണ്. ഓട്ടോമൊബൈൽ സെക്ടറിലാണെങ്കിലും ഓട്ടോമൊബൈൽ സെക്ടറിന് 18%ആണ്. TV, AC, സിമൻറ്റ്, കാറ്, 2 വീലർ, ബസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും 18% GST. പുകയില, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ, ആഡംബര കാറുകൾക്കൊക്കെ 40%ആണ്. ലോട്ടറി, കാസിനോ, പഞ്ചനക്ഷത്ര ഹോട്ടൽ, ഓൺലൈൻ ഗെയിംസിനൊക്കെ എത്ര ശതമാനമാണ്? അത് 40%ആണ് GST നിരക്ക്. ഓക്കെ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.